ഛത്തീസ്ഗഡിൽ തടവിലായ കന്യാസ്ത്രീകൾ ജാമ്യം തേടി ഹൈക്കോടതിയിലേക്ക് NIA കോടതിയെ സമീപിക്കേണ്ടതില്ല എന്നാണ് നിയമോപദേശം. ആദിൽ പാലോട് നൽകും വിശദാംശങ്ങൾ. ആദിൽ, എന്തായാലും കന്യാസ്ത്രീകൾ ഹൈക്കോടതിയിലേക്ക് പോകാനുള്ള ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നു. ഈ NIA കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുമെന്നൊരു വിലയിരുത്തൽ ഉണ്ടായിരുന്നതാണല്ലോ. അത് തന്നെയാണോ അവരുടെ തീരുമാനം? അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അന്തിമ ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. വളരെ പ്രധാനമായി NIA പരിശോധിക്കേണ്ട വകുപ്പുകളാണ്, പ്രത്യേകിച്ച് മനുഷ്യക്കടത്ത അടക്കമുള്ള ഗുരുതരമായ വകുപ്പുകളുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് NIA കോടതിയിലേക്ക് പോകാനായി ഇന്ന് ദുർഗ് സെഷൻസ് കോടതി ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ട് അഭിപ്രായം പറയുകയും നിർദ്ദേശിക്കുകയും പിന്നീട് ജാമ്യാപേക്ഷ തള്ളിക്കളയുകയും ചെയ്തത്. ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. NIA കോടതിയിലേക്കല്ല, ഈ കോടതിയുടെ മുകളിൽ എന്ന നിലയിൽ ഹൈക്കോടതി, ഛത്തീസ്ഗഡ് ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകാനുള്ള തീരുമാനത്തിലേക്ക് ക്രൈസ്തവ സഭകൾ എത്തിയിരിക്കുന്നു. ഇന്ന് വിശദമായ ചർച്ചകൾ, പലതരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. CBCയുടെ അഭിഭാഷക സംഘം ദുർഗിലും റായ്പൂരിലുമുണ്ട്. അവർ ഈ നിയമവിദഗ്ധരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഒപ്പം സന്യാസി സമൂഹത്തിന്റെ കൂടിക്കാഴ്ചകൾ ഉണ്ടായിരുന്നു. അനൂപ് ആന്റണിയുടെ നേതൃത്വത്തിലുള്ള സംഘം, ഒപ്പം കോൺഗ്രസ് MLA മാരുടെ നേതൃത്വത്തിൽ റോജി M. ജോണും സജീവ് ജോസഫും ആയിട്ടുള്ള ചർച്ച. അങ്ങനെ പലതരം ചർച്ചകൾക്കൊടുവിലാണ് ഹൈക്കോടതിയിലേക്ക് പോകാനുള്ള ഒരു ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. കുറച്ച് വിവരങ്ങൾ കൂടി ലഭ്യമാക്കണം എന്നുള്ളതുകൂടി നിയമവിദഗ്ധർ അറിയിക്കുന്നു. അങ്ങനെയെങ്കിൽ അതുകൂടി ലഭ്യമാക്കി നാളെ തന്നെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ നൽകാനാകുമെന്ന പ്രതീക്ഷയാണ് ഈ ക്രൈസ്തവ പുരോഹിതരുമായി ബന്ധപ്പെട്ട കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. റോഷ്നി. ശരി, ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്. കന്യാസ്ത്രീകൾ നാളെ തന്നെ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുമെന്നാണ് കരുതുന്നത്.